അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല, ഞാൻ എൻ്റെ സമാധാനം, നിത്യസമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകും. അപ്പം ദൈവം തരുന്നതെല്ലാം നമുക്ക് നിത്യമായിട്ടുള്ളതാണ്. അപ്പം നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ചുമാണ് കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് സൗമ്യത ഉള്ളവർ, അതായത് വിശ്വസിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാംസത്തിൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവരോടാണ് പറയുന്നത് സൗമ്യത ഉള്ളവർ. അപ്പോൾ അവർക്ക് സൗമ്യത വേണം. സൗമ്യത ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാകും. അത് ഏത് ഭൂമിയാണ്? നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി. ഈ ഭൂമിയോ, ഈ ആകാശവും ഈ ഭൂമി ഒഴിഞ്ഞു പോകും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഭൂമിയും അതിലുള്ള പണികളെല്ലാം വെന്തു പോകുമെന്നാണ് സ്തോത്രം പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് പറഞ്ഞിരിക്കുന്ന മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭൂമി, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കുമെന്ന് പറഞ്ഞ ആ ഭൂമി നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. അതിലാണ് വിശുദ്ധന്മാരെ പിതാവും പുത്രനും വിശുദ്ധന്മാരുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് അവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഭൂമിയല്ല, ഈ ഭൂമി വാങ്ങിച്ച് കൂട്ടുന്നവർ അവരുടെ ഹൃദയം എവിടെയിരിക്കും? അവരുടെ ഹൃദയം എവിടെയിരിക്കും? ഭൂമിയിലിരിക്കും. കാരണം എന്താ? നിന്റെ നിക്ഷേപം എവിടെയിരിക്കും അവിടെ നിന്റെ ഹൃദയം ഇരിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഭൂമി വാങ്ങിക്കൂട്ടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സ്തോത്രം, നിങ്ങൾക്ക് ദൈവരാജ്യം ലഭിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ഭൂമിയും വസ്തുക്കളും എല്ലാം വാങ്ങിക്കൂട്ടുന്നവർ അവരെന്ത് ചെയ്യണം? ദരിദ്രന്മാർക്ക് കൊടുക്കണം. കർത്താവ് പറഞ്ഞല്ലോ, ഒരു നല്ലൊരു ധനവാനായ മനുഷ്യൻ വന്നല്ലോ കർത്താവിനെ അനുഗമിക്കുവാൻ. അപ്പം കർത്താവ് എന്താ പറഞ്ഞവരോട്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കാൻ പോകും. അപ്പം അതുകൊണ്ട് ഇവിടെ വാരിക്കൂട്ടുന്നവർ വളരെ സൂക്ഷിക്കുക. നിന്റെ നിക്ഷേപം എവിടെയിരിക്കും അവിടെ നിന്റെ ഹൃദയം ഇരിക്കും. നീ ഭൂമിയിൽ തന്നെയാണ്. അതുകൊണ്ട് അത് വിട്ട് സ്വർഗരാജ്യത്തിൽ നിക്ഷേപം തുരിച്ചുകൊള്ളുക. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മത്തായി 6 പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞത് എന്താണ്? പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൽ നിക്ഷേപം തുരുപ്പിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം തുരിച്ചു. നിന്റെ നിക്ഷേപയോടെ അവിടെ നിന്റെ ഹൃദയം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ എന്തെങ്കിലും വാരിക്കൂട്ടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി. ഒന്നും ഇവിടെ വാരി